ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വന്ന ചലച്ചിത്രമേള പരിചയം പുതുക്കലിനു കൂടി വേദിയായി മാറുമ്പോൾ ഭംഗിയേറുകയാണ്. ഫെസ്റ്റിവൽ ഭാരവാഹി കൂടിയായ സന്തോഷ് കീഴാറ്റൂരും ഷുക്കൂർ വക്കീലും ബാലാജി ശർമ്മയും അത്തരത്തിൽ സൗഹൃദം പങ്കുവെക്കലിന്റെയും മേള ആസ്വദിക്കുന്നതിന്റെയും തിരക്കിലും കേരള വിഷൻ ന്യൂസിനോട് വിശേഷങ്ങൾ പങ്കുവച്ചപ്പോൾ ഇതുവരെ ഒരു പരാതിയും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും പരാതിയില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതിനുവേണ്ട പരമാവധി സജ്ജീകരണങ്ങൾ അക്കാദമി നടത്തിയിട്ടുണ്ട്. റിസർവേഷൻ്റെ കാര്യത്തിലായാലും മറ്റ് കാര്യങ്ങൾക്കൊക്കെ തിയേറ്ററുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതും ഒക്കെ ആയിട്ട്. പിന്നെ അറിയാലോ, സിനിമ ഒരുപാട് നല്ല സിനിമകൾ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാതിരിക്കും. പക്ഷെ സിനിമയുടെ എന്താ പറയുക, ക്വാളിറ്റി കണ്ടന്റ് കൊണ്ട് ഈ മേള മികച്ചു നിൽക്കും. ആസ്വാദനം പോലെ തന്നെ നിരവധി കാര്യങ്ങൾ ഇവിടെ വരുന്ന പ്രേക്ഷകർക്ക് ആസ്വദിക്കാനായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പുതുമകൾ ഒരുക്കിക്കൊണ്ടാണ് ഇത്തവണ ചലച്ചിത്രമേള എത്തിയിരിക്കുന്നത്. അതെ, കാരണം മാനവീയം വേദിയിലാണ് മറ്റ് സന്ധ്യയ്ക്ക് ശേഷമുള്ള കലാപരിപാടികൾക്ക് അവസരം നൽകിയിരിക്കുന്നത്. അവിടെ ഒരുപാട് പൊതുജനങ്ങൾ ഫാമിലിയായി അടക്കം വന്നുകൊണ്ട് അവിടെ അവർക്ക് ഇഷ്ടമുള്ള സംഗീത പരിപാടികളും നൃത്ത പരിപാടികളൊക്കെ ആസ്വദിക്കുവാനുള്ള സ്പേസും ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. സിനിമ ഉണ്ടായിരുന്നോ? കണ്ടിരുന്നു. ഇന്നലെ 3 സിനിമ കണ്ടു. സിനിമയൊക്കെ ഗംഭീരമാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ സന്തോഷ് പറഞ്ഞതുപോലെ ഇപ്രാവശ്യത്തെ സിനിമയുടെ ഒരു പ്രത്യേകത സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട സംഗതി. ലോകം മുഴുവനും ഈ ഒരു വലതുപക്ഷവൽക്കരണം നടക്കുന്ന സമയത്ത് സ്ത്രീകൾ വല്ലാണ്ട് അവഗണിക്കപ്പെടുന്ന ഒരു സമൂഹമായി മാറുന്നുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച്, സ്ത്രീകളുടെ ഫീലിങ്ങിനെക്കുറിച്ച് ഭയങ്കര ഗംഭീരമായി പറയുന്ന സിനിമയാണ്. എന്നാലും ഞാൻ കണ്ട 2 സിനിമ, ഒന്ന് ലവബിൾ, മറ്റേ ഉദ്ഘാടന സിനിമ, ബ്രസീലിയൻ സിനിമ. ആ സിനിമയുടെ എന്താണ് സ്റ്റിൽ ഐ ആം ഹിയർ, അതൊക്കെ ഗംഭീര സിനിമയാണ്. പ്രേക്ഷകർക്ക് മുന്നിലാണ് സിനിമകളൊക്കെ തന്നെ. ബാലാജി ശർമ്മയുണ്ട്. നല്ല സുഖമാണ്, നല്ല ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നു, സന്തോഷത്തോടുകൂടി ഇരിക്കുന്നു. മേള എങ്ങനെയുണ്ടെന്ന് എന്നോട് ചോദിക്കാൻ പാടില്ല, കാരണം അത്രയ്ക്കും ഗംഭീര മേളയാണ്. കേരളത്തിലുള്ള എല്ലാ ആൾക്കാരും ഈ IFFI പോയിട്ടുണ്ട് ഞാൻ, പക്ഷെ അതിനേക്കാളും ബെറ്റർ ഒരു ആംബിയൻസ് ആണ് ഇവിടെ. സിനിമ കാണുന്നതിനേക്കാൾ ഉപരി പണ്ട് സിനിമ കാണാനായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് നമ്മുടെ പഴയ സുഹൃത്തുക്കൾ, അപ്പോൾ സന്തോഷിനെ, ഷുക്കൂർ ഭായിയൊക്കെ നമുക്ക് കാണാനൊരു അവസരം എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു വൈബ് ഒരു ഫെസ്റ്റിവലിലേക്ക് മാറിക്കഴിഞ്ഞു. പണ്ട് ഫോറിൻ ഫിലിംസ് കാണാൻ ഒരൊറ്റ വേദി ഇത് മാത്രമായിരുന്നു, IFFK. ഇതൊരു വലിയ വേദിയാണ്. നമുക്ക് ഒരുപാട് പുതിയ സിനിമാക്കാരെ പരിചയപ്പെടാൻ പറ്റുന്നുണ്ട്, ഒരുപാട് സിനിമ ആസ്പിറൻസിനെ പരിചയപ്പെടാൻ പറ്റുന്നുണ്ട്, ഒരുപാട് സിനിമ സ്റ്റുഡൻസിനെ പരിചയപ്പെടാം, ഒരുപാട് കണക്ഷൻസ്, പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ. ഇറ്റ്സ് എ ഗുഡ് വൈബ് ആക്ച്വലി. കഴിഞ്ഞ വർഷം കണ്ട ആൾക്കാർ ഇത്തവണ കാണുകയാണ്. അപ്പോൾ ആ സൗഹൃദം പുതുക്കുന്നു. ഇത് കേരളത്തിലേ നടക്കുള്ളൂ. ഞാൻ പറയുന്നത്, ഇത് മാനവികതയുടെ, മതസൗഹാർദ്ദത്തിൻ്റെ, മനുഷ്യ സ്നേഹത്തിൻ്റെ വലിയ കടലായി മാറുകയാണ് ഈ IFFK. ഇത്തരത്തിൽ സൗഹൃദങ്ങളുടെ വേദി കൂടിയായി മാറുകയാണ് 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള. ക്യാമറമാൻ ഷാൻ ജയസിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്.